പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ഇത് സാധാരണ രീതിയിൽ നമുക്കൊരു ആത്മീയ ജീവിതത്തിൽ ഒരു ആലസ്യം അവിടെയൊക്കെ നടന്ന് ഈ 25 ദിവസത്തെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം സഹോദരങ്ങളെ, അതായത് ഒരു നോമ്പിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിശാച് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതായത് കുട്ടി പിശാചുകൾ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് വെപ്രാളപ്പെടുകയാണ്. കാരണം അവരുടെ രാജ്യം വിസ്തൃതമാക്കുക എന്നുള്ളത് അവരൊരു അടിസ്ഥാന ടാർഗറ്റാണ്. അപ്പോൾ ഈ ആൾക്കാർ നോമ്പെടുക്കുന്നു, ഉപവാസം എടുക്കുന്നു, നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും അല്ലേ? നോമ്പെടുക്കുന്നു, ഉപവാസം എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കുട്ടി പിശാചുകൾ ദൈവമേ ദൈവമേ എന്നല്ല, ലൂസിഫറെ എന്തായിരിക്കും നമ്മുടെ നമ്മുടെ സാമ്രാജ്യം തകരുകയാണല്ലോ ലൂസിഫർ പറഞ്ഞു എന്നാണ് കഥ പറയണത്. അതായത് ആ നോമ്പൊന്ന് കഴിഞ്ഞോട്ടെ, ക്രിസ്മസ്, ഈസ്റ്റർ നോമ്പൊന്ന് കഴിഞ്ഞോട്ടെ, ഇവരെല്ലാം നമ്മുടെ പക്ഷത്തിലേക്ക് വരും. നമ്മുടെ പള്ളികളിൽ കുർബാനയ്ക്ക് വരുന്നവരുടെ എണ്ണം, അതുപോലെ തന്നെ മൊത്തത്തിലുള്ള സെലിബ്രേഷൻ ഉണ്ടല്ലോ പ്രിയ സഹോദരങ്ങളെ, ചിലപ്പോഴെങ്കിലും നമുക്ക് അത് നമ്മളുടെ കൃപ നഷ്ടപ്പെടുത്തുന്ന അവസരങ്ങളായിട്ട് മാറരുതേ എന്ന് അച്ഛൻ പ്രത്യേകമായിട്ട് ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന അപ്പസ്തോല പ്രവർത്തനം 2:21, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. എല്ലാ പ്രഭാതത്തിലും, അത് ഏത് നോമ്പ് കഴിഞ്ഞാലും ഒരാലസ്യത്തിൽ, അതായത് നോമ്പിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു ദൈവകൃപയുണ്ട്. അത് പ്രിയ സഹോദരങ്ങൾ ഒരിക്കലും ചോർത്തി കളയാനായിട്ട് നമ്മൾ പാടില്ല. ഹല്ലേലൂയ. അപ്പോൾ ശരി, കർത്താവിൻ്റെ നാമം അത് എന്നും വിളിച്ചപേക്ഷിക്കുക. അതായത് ഒരു നിശ്ചിത കാലഘട്ടം വിളിച്ചു, പിന്നെ അത് വിട്ടു, പിന്നെ വീണ്ടും വിളിച്ചു. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. ഒരു നോമ്പെടുത്തു, ആ നോമ്പിലൂടെ ലഭിച്ച എല്ലാ കൃപകളും ഒരു പെരുന്നാളിൽ അടിച്ചു പൊളിക്കും, പിന്നെ വീണ്ടും എടുക്കും, വീണ്ടും അങ്ങനെ ഓരോ വർഷം കഴിയുന്നതോറും നമ്മൾ കൃപയിൽ പുറകോട്ട് പോയി മരിക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ ഒരു വ്യക്തിക്ക് 60-70 വയസ്സാകുമ്പോൾ ഒന്നുമില്ലാത്ത വിധത്തിൽ, അതായത് കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ കാതുകൾ അടയുന്ന അവസ്ഥയുള്ള അനേകം ദൈവമക്കളെ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ അച്ഛൻ പറഞ്ഞില്ലേ, ആത്മീയതയ്ക്ക് അവധി കൊടുത്തേക്കരുത്. ദൈവമേ, കർത്താവിൻ്റെ നാമം എന്നും പ്രഭാതത്തിൽ വിളിച്ചപേക്ഷിക്കാൻ വേണ്ട കൃപ കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, എപ്പോഴും എന്നേക്കും. ആമേൻ.